ഇതൊരു പ്രോഫിറ്റബിൾ ആണോ ഈ ഒരു കൃഷി എന്നുള്ളത്? 100%. 100% പ്രോഫിറ്റ്. ഓക്കെ, ഒരു ഏക്കറിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും ഒരു ഇയർലി? എന്തായാലും ഒരു 3 ലക്ഷം രൂപ നമുക്കുണ്ടാകാം ഉറപ്പായിട്ടും. ഏറ്റവും കുറഞ്ഞ വർഷം ഒരു ഏക്കറിൽ എത്ര ചെലവ് വരും? എന്നാ ഒരു 30,000 രൂപ അത്ര മാക്സിമം. കഴിഞ്ഞ ആഴ്ച 230 രൂപ കിട്ടിയത്. ഒരു വീക്കിൽ 230. കഴിഞ്ഞ വീക്കില് ഈ വീക്കിലേക്ക് 350 രൂപ. അന്ന് ഇതിനും മാർക്കറ്റ് ഉണ്ടായിരുന്നു. എങ്കിലും ഒരു ബേസിക് ആയിട്ടൊരു ഒരു ആ റേഞ്ച് വില ഉണ്ടെന്ന് അവർ തരുന്ന അവർ കമ്പനി തന്നെ ഉറപ്പ് തന്നിട്ടുണ്ട്. ഒന്നും പഠിക്കണ്ട, എന്തേലും ഉൽപ്പാദിപ്പിക്കുന്നോ അനുസരിച്ച് അവർ വില കൂടുതൽ തരും. എല്ലാവർക്കും നമസ്കാരം. മാർഗത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി സംഗതികൾ പരിചയപ്പെടാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട്. വെറൈറ്റി പാഷൻ ഫ്രൂട്ടല്ല, നമ്മൾ സാധാരണ കാണുന്ന ഒരു പാഷൻ ഫ്രൂട്ടാണ്. എന്നാൽ നമുക്ക് ഏറ്റവും ആദായകരമായിട്ട് ഇത് എങ്ങനെ കൃഷി ചെയ്ത് വയ്ക്കാം, ഏറ്റവും കൂടുതൽ എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാം. വർഷം ഒരു 3 ലക്ഷം രൂപ അല്ലേ? 3 ലക്ഷം രൂപ നിങ്ങളുടെ പോക്കറ്റ് വീഴും. ആ ഒരു ഐറ്റമാണ് നമ്മൾ ഏക്കറിയുന്നത്. അതെ, എൻ്റെ പേര് ജിൻഡോ ജോർജ്. സ്ഥലം എഴുകുമ്പേലാണ്. എഴുകുമ്പേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര രസമാട്ടോ. ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഈ പാഷൻ ഫ്രൂട്ട് തന്നെ മധുരമാണ് ഈ പ്രദേശം മുഴുവൻ. കൃഷി എന്ന് വെച്ചാൽ 2.5 ഏക്കറിനകത്ത് പാഷൻ ഫ്രൂട്ട് കൃഷി. 2.5 ഏക്കർ പർപ്പിൾ കളറാണ്. അതെ, ഇതാണ് കൃഷി ചെയ്യുന്ന ഒരു ഫ്രൂട്ട് എന്നുള്ളത്. ഇതിനകം യെല്ലോ ആണ് അല്ലേ? അപ്പൊ എന്തെങ്കിലും ഒരു കൃഷിയിലേക്ക് പോകാൻ കാരണം? അതായത് ഏറ്റവും നമുക്കിതിനെപ്പറ്റി ഐഡിയ ഉണ്ടായിരുന്നു. നമുക്ക് എക്സ്പെൻസ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം. അതായത് എനിക്ക് പാവലീഷ് പൈലീഷ് ചെയ്യാൻ നല്ല എക്സ്പെൻസ് ഉണ്ട്. അപ്പം എങ്ങനെ പന്തൽ ചെയ്യണമെന്ന് എനിക്കറിയാം. അതാണ് ഏറ്റവും ചിലവ് വരുന്നത് പന്തലിനാണ്. അത് ഏറ്റവും ചിലവ് കുറച്ച് എങ്ങനെ ചെയ്യാന്നുള്ളത് ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനു മുമ്പ് ഈ പാഷൻ ഫ്രൂട്ടിന്റെ മാർക്കറ്റിനെ പറ്റി നമുക്കൊരു അറിയായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, നല്ല വേറെ ചെറിയ തോട്ടങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്ന് ഇതിനും മാർക്കറ്റ് ഉണ്ടായിരുന്നു. എങ്കിലും ഒരു ബേസിക് ആയിട്ടൊരു ഒരു ആ റേഞ്ച് വില ഉണ്ടെന്ന് അവർ തരുന്ന അവർ കമ്പനി തന്നെ ഉറപ്പ് തന്നിട്ടുണ്ട്. എല്ലാവരും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതിന്റെ മാർക്കറ്റാണ്. നമുക്ക് ആ ഒരു കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട, എന്തേലും ഉൽപ്പാദിപ്പിക്കുന്നോ അനുസരിച്ച് അവർ വില കൂടുതൽ തരും. ഒരു വർഷത്തിൽ എന്തായാലും ഒരു 3 സീസൺ നമുക്ക് കിട്ടും. അതായത് ഒരു സീസൺ ഒരു 3 മാസത്തോളം കണ്ടിന്യൂസ് കായുണ്ട്. അപ്പം വർഷത്തിൽ ഒരു 9 മാസം കായുണ്ട് തോട്ടത്തിൽ. ഒരു ഏക്കർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്നാ ചെലവ് വരും? ആദ്യം ഒരേക്കർ ചെയ്യാൻ എൻ്റെ രീതിക്കാണെങ്കിൽ ഒരേക്കർ ചെയ്യാൻ എനിക്ക് ഏകദേശം ഒരു 150 കിലോ കമ്പിയും 150 കിലോ കമ്പിക്ക് ഏകദേശം 15,000 രൂപ വില വരും. പിന്നെ ഒരു 3,000 രൂപയുടെ വള്ളി, ഒരു 15,000 രൂപ ക്യാഷായിട്ട് മുടക്കുക, പൈസ ആയിട്ട് മുടക്കുക. ബാക്കി ഇല്ലി കാര്യങ്ങൾ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട്. ബാക്കി പന്തൽ ചെയ്ത് നമ്മൾ തന്നെ. ഇത് ചെയ്യുമ്പോൾ നമുക്കിത് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും? ഇപ്പം നിലവിൽ 2 വർഷം കഴിഞ്ഞു. ഇത് ഇപ്പോൾ ഒരു വർഷം ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ കണക്കൂട്ടില്ല. ഒരു 3 വർഷം നമുക്ക് ലൈഫ് കിട്ടുമെന്നാണ് കണക്കൂട്ടില്ല. അപ്പോൾ ഇത് എത്ര അടി താത്തിടണം ജിൻഡോ? പന്തൽ നമ്മൾ മുട്ട് ഒരു ഒരടിയോളം മാന്തി ഇട്ടേക്കുന്നത്. ചില കാറ്റ് പന്തൽ പൊക്കും, കാറ്റ് ഓവറായി വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ ലോക്കായിട്ടാണ് മൊത്തം ഇട്ടേക്കുന്നത്. എല്ലാ തൂണും കമ്പി ലോക്കായിട്ട് ഇട്ടേക്കുന്നത്. ജിൻഡോ, ഇതിൻ്റെ ഒരു വളപ്രയോഗം എങ്ങനെയാണെന്ന് പറയാം? വളപ്രയം ഏറ്റവും നല്ലത് നമ്മൾ നടുമ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 അടി കുഴിയാണ് എടുത്തേക്കുന്നത്. 1.5 അടി കുഴി എടുത്ത് അത് മൂടി അതിൻ്റെ ഒരു അരപ്പാട്ട ചാണകമില്ല, ഒരു അരപ്പാട്ട ചാണകം വീതം എല്ലാ കുഴിക്കകത്ത് ഇട്ടിട്ടുണ്ട്. ചാണകപ്പൊടി ഇട്ട് മൂടി അതിലാണ് തൈ വെച്ചേക്കുന്നത്. എന്നിട്ടൊരു നട്ടൊരു 2-3 ആഴ്ച പ്രായമാകുമ്പം ഒരു ചാണകവെള്ളത്തിന് കുറച്ച് ഒരു സ്വല്പം ഫക്ടമോസ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 ലിറ്റർ കറക്കി ഒഴിക്കുക. പിന്നെ വള്ളി ആയി കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കണം. നമുക്ക് കാൽസ്യം ചെയ്യാം, കാൽസ്യം, സിങ്ക്, മഗ്നീഷ്യം, ഫോറം, അതിന് കുറേ ഇത് ബേസിക്കായിട്ട് നമുക്ക് വെള്ളത്തിൽ കലക്കി ഒഴിക്കാം. പിന്നെ ആയി കഴിയുമ്പം പൊട്ടാഷ്യോട് ചേർന്ന വളങ്ങൾ ചെറിയ അളവിൽ ചാണകത്തിനൊപ്പം ചേർക്കണം. രാസവളം കൂടില്ല, രാസവളം കൂടിക്കഴിഞ്ഞാൽ കേടും കൂടും, ഉണക്കും ബാധിക്കും. അതുകൊണ്ട് തന്നെ ചവറ് വെട്ടി ചുവട്ടിലെടുക്കും വേനൽക്കാലത്ത്. ആയുള്ളൊരു കേടെന്ന് പറഞ്ഞാൽ ചാഴിയേ ഉള്ളൂ. ചാഴിക്ക് ഏതെങ്കിലും വലിയ അന്തർവ്യാപന ശേഷി ഇല്ലാത്ത എന്തെങ്കിലും മരുന്ന് ചെയ്താൽ മതി. പിന്നെ അതേപോലെ ഈ മഴക്കാലത്തിന് തൊട്ട് മുമ്പ് ഈ ഫംഗസ് വിഷയങ്ങളുണ്ടാകും ഈ മഴക്കാലത്ത്. അപ്പം മറ്റേ സാഫ് അത് അടിച്ചെടുത്താൽ മതി. അല്ല വേറെ മരുന്നരിയൊന്നും ഇല്ല. വേര് പ്രശ്നം അങ്ങനെ വല്ലതും ഉണ്ടോ? വേര് പ്രശ്നം ഇപ്പം നിലവിൽ ഈ സീസണിലുണ്ട്. അത് മഴയുടെ ആണോ മഴയാണോ? അത് എനിക്ക് തോന്നുന്നു വേനൽക്കാലത്ത് നല്ല വെയിലിന്റെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടായിരിക്കാം. ഇതിന് ഏറ്റവും നല്ല കാലാവസ്ഥ ഏതാ കൃഷി ചെയ്യാൻ പറ്റിയത്? ഏറ്റവും നല്ല കാലാവസ്ഥ ചൂടുകാലാവസ്ഥ തന്നെയാണ്. ചൂടുകാലാവസ്ഥയിലാണ് കൂടുതൽ കാ കിട്ടുന്നത്. ഇതിന്റെ ഫ്രൂട്ട് സീസൺ എന്ന് പറയുന്നത് എപ്പോഴാണ്? അതെ, ഇപ്പം എൻ്റെ ഇത് വെച്ച് ഒരു നവംബർ ജനുവരി അങ്ങനെ ഒരു സീസണ്. പിന്നെ മാർച്ച് ജൂണ്
പിന്നെ ഇപ്പം അടുത്ത സീസൺ ഇപ്പം തുടങ്ങി. പഴുത്ത് നമുക്ക് പറിച്ചെടുക്കാൻ എത്ര സമയം എടുക്കും? 1 മണിക്കൂർ ഒരു 50 കിലോ ആവറേജ്. 50 കിലോ ഒരാളെ കൊണ്ട് എടുക്കാൻ പറ്റും? ഈസിയായിട്ട് എടുക്കാം. ജിൻഡോ തന്നെയല്ലേ ഇതെല്ലാം ചെയ്യുന്നത്? അതെ, തന്നെ എല്ലാം തന്നെ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരേ ഏക്കറിൽ നിന്ന് എന്തര ഫ്രൂട്ട് നമുക്ക് ഈൽഡ് ആക്കിയിട്ട് കിട്ടും? ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച എടുത്തപ്പോൾ എനിക്ക് ഈ ഒരു ഏക്കറും ആവറേജ് ഒരു 230, കഴിഞ്ഞ ആഴ്ച 230 കിലോ കിട്ടിയത്. ഒരു വീക്കിൽ 230 കിലോ? കഴിഞ്ഞ വീക്കില്. ഈ വീക്കിലേക്ക് 350 കിലോ ഓർഡർ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ആ 350 കിലോയ്ക്ക് മേളിൽ നിന്ന് കിട്ടും. ഒരു ആവറേജ് 200-300 കിലോ വെച്ച് കിട്ടും. ആവറേജ് ഒരു 200 കിലോ കുടിക്കുമോ? ഇനിയിപ്പം കൂടി കുറയുമല്ലോ, എന്ന് ഒരേ ഇതിലല്ലോ. വർഷം ഒരേ ഏക്കറിൽ എത്ര ചെലവ് വരും? എന്നാ ഒരു 30,000 രൂപ അത്ര മാക്സിമം. അതായത് നമ്മളിപ്പം മാക്സിമം പറയട്ടോ, അത്രയും വരുന്നില്ല. പിന്നെ ബാക്കി മോട്ടർ അടിക്കുന്ന കണ്ടും ചാർജ് അതിലെ കൂട്ടി അങ്ങനെ മൊത്തത്തിൽ വെള്ളം നല്ലോണം വേണോ? അല്ലേ, വെള്ളം നല്ലവരും ഉണ്ട്. വേനൽക്കാലത്താണ് നല്ല കാ കിട്ടുന്നത്. എന്തേലും വെള്ളം ഉണ്ടോ അത്രയും കൂടുതൽ കാ കിട്ടും. മണ്ണ് എന്നതായിരിക്കും ഏറ്റവും നല്ലത്? മണ്ണ് ഏറ്റവും നല്ലത് വെള്ളക്കെട്ടില്ലാത്ത മണ്ണാണ് ഏറ്റവും നല്ലത്. നീർവാർച്ചയുള്ള മണ്ണ് വേണം. ഷെയ്ഡ് എങ്ങനെയാ? ഷെയ്ഡ് ഒട്ടും പാടില്ല. ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഷെയ്ഡുടെ മേലെ കുറവായിരിക്കും. പ്രൂണിങ് ചെയ്യണോ ഇത്? നമ്മളായിട്ടൊന്നും ചെയ്യണ്ട, അതല്ല അവര് പ്രകൃതി തന്നെ ചെയ്തോളൂ. ഇങ്ങനെ പന്തൽ ചെയ്യുന്നതാണോ അതോ ട്രില്ലി സിസ്റ്റത്തിൽ ഇങ്ങനെ സൈഡ് ചെയ്യുന്നതാണോ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത്? നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഇങ്ങനെ തന്നെ ചെയ്യുന്നത് നല്ലത്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കാറ്റ് കൂടുതലാണ്. ഇങ്ങനെ നമ്മൾ അണ്ട ചെയ്ത് കഴിഞ്ഞാൽ കാറ്റ് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ഇതിന്റെ ഒരു തൈകൾ എങ്ങനെയാ ജിൻഡോ ഉണ്ടാക്കിയെടുക്കുന്നത്? അതായത് ഞാൻ തന്നെ കവർ നിറച്ച് അതിന് ഞാൻ തന്നെ അരിയിട്ട് കിളിപ്പിച്ചു. അങ്ങനെ നമ്മൾ തന്നെ മൊത്തം ചെയ്തത്. അപ്പോൾ ഈ അരിയിട്ട് കിളിപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ ഒരു മദർ ചെടിയുടെ ഗുണം കിട്ടും. അതായത് ഇപ്പം ഞാൻ വിത്ത് എടുത്തത് ഒറ്റപ്പെട്ട ഇങ്ങനൊരു ചെടിയാണ്. അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ വേറെ ഉണ്ട്, ചെടികളുണ്ട്. അതിന് ഒറ്റപ്പെട്ട ഇങ്ങനൊരു ചെടി തന്നെയാണ് എടുത്തത്. അപ്പോൾ സോയുടെ അവിടെ വേറെ ഇത് വരാൻ ചാൻസ് ഇല്ല എന്നൊരു കണക്കൂട്ടില്ല. ഒരേക്കർ ചെയ്യാൻ എത്ര തൈകൾ വേണ്ടി വരും? ഒരേക്കറിൽ ഇതിപ്പം 12 അടി അകലത്തിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. അത് അപ്പോൾ ഒരേക്കറിൽ ഏകദേശം 300-350 ചെടികൾ വരും. ഒരു തരത്തിനകത്ത് ആവറേജ് ഒരു 3 ചെടി വീതമാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഒരു തരത്തിൽ 3 ചെടി. പക്ഷേ ഞാൻ മറ്റു തോട്ടങ്ങളിൽ കണ്ടിട്ടുള്ള എല്ലാം ഓരോ തൈകളാണ് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുള്ളത്. അതായത് അവർ പെട്ടടിക്കാണ് ചെയ്യുന്നത്. പെട്ടടിക്ക് ഒരു തരത്തിൽ ഒരു ചെടി. ഞാൻ ഇതിനകത്ത് ഏറ്റവും നല്ലതാണ് 3 ചെയ്യുന്നതാണോ 1 ചെയ്യുന്നതാണോ? ഇപ്പം നമ്മുടെ ഇവിടുത്തെ കാലത്ത് 3 ചെയ്യുന്നത് നല്ലത്. ഫ്രൂട്ട് കിട്ടും. ഫ്രൂട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ചെടി പോയാലും അടുത്ത ചെടി അത് കവർ ചെയ്തോളൂ. മൊത്തം ഫുള്ള് കിളച്ചിളക്കിയായിരുന്നു ഞാൻ. അതിനാണ് പന്തൽ ചെയ്തത്. പന്തൽ ചെയ്തിട്ട് ഇപ്പം നമുക്കിത് തുമ്പ തുടങ്ങി നല്ലത്. അതിപ്പോൾ ഇതും ഇവിടെ ഇപ്പോൾ ഫുൾ കവർ വേര് നിൽപ്പുണ്ട്. കവർ ചെയ്ത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എല്ലാം വേരായി കവർ ചെയ്തിരിക്കും. അപ്പം തുമ്പ തൊട്ട് കഴിയുമ്പോൾ വേര് മുറിഞ്ഞു പോകുമല്ലോ. ഏറ്റവും നല്ല ഇനം ഏതാ ചെയ്യാൻ വേണ്ടിയത്? വയലറ്റ് തന്നെയാണ്. ഇതിപ്പം ഈ ഒരു കളർ വന്നാൽ മതി എടുക്കാൻ. ആ ഒരു കളർ മതി. ഈ ഒരു കളർ മതി. അപ്പൊ അത് ഫുൾ വയലറ്റ് ആവണ്ട? ഫുൾ വയലറ്റ് ആണ്. ഇപ്പൊ ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ വയലറ്റ് ആകാൻ തുടങ്ങി. അതാണ് അതിന്റെ കണക്ക്. ഇതാണ് ഇതിന്റെ കണക്ക്. ആ ടൈമിൽ വിളവെടുത്ത് തുടങ്ങിക്കോണം. ഈ ടൈമിൽ വിളവെടുത്ത് എടുക്കുവാണെങ്കിൽ അതായത് ഇതിപ്പോ 2-3 ദിവസം കഴിഞ്ഞ് ഇത് എത്തേണ്ട സ്ഥലത്ത് എത്തുള്ളൂ. അവിടെ ചെല്ലുമ്പം കറക്റ്റ് പരുവത്തിനാകും. ഇതിനകം യെല്ലോ ആണ് അല്ലേ? പുറമേ നിന്നുള്ളത് ഒരു വയലറ്റ് കളർ. നമുക്ക് ഇതിന്റെ മാർക്കറ്റ് എങ്ങനെയാണ്? മാർക്കറ്റ് നിലവിൽ ഇപ്പം 70 രൂപ ആ റേഞ്ചാണ്. ഇപ്പം അല്ല, ഞാൻ ചോദിച്ചാൽ നമുക്കത് എങ്ങനെ വിറ്റഴിക്കാൻ പറ്റുന്നത്? നമ്മളിപ്പോ അവർ ആ കമ്പനി തന്നെ ഫുള്ളായിട്ട് നമ്മൾ എടുത്തോളും ഇവിടെ വന്ന്. അതെല്ലാം അവരുടെ റിസ്ക് ആണ്. അവരുടെ റിസ്ക്കാ. അവർ വിറ്റോളും. നമ്മൾ ഉത്പാദിപ്പിച്ചു കൊടുത്താൽ മതി. എന്തേരം കൂടുതൽ അളവ് കൂടുന്നോ അവർ അതിനനുസരിച്ച് വില മാക്സിമം തരികയും ചെയ്യും. അതിന് അവർ എറണാകുളത്ത് വണ്ടി ഇവിടെ ഓടി വരുന്ന. ഇതൊരു പ്രോഫിറ്റബിൾ ആണോ ഈ ഒരു കൃഷി എന്നുള്ളത്? 100%. 100%. ഒരേ ഏക്കറിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും ഒരു ഇയർലി? എന്തായാലും ഒരു 3 ലക്ഷം രൂപ നമുക്കുണ്ടാവും ഉറപ്പായിട്ടും. ഏറ്റവും കുറഞ്ഞ നമ്മുടെ തൊഴിൽ ചെലവ് എല്ലാം കഴിഞ്ഞ്. തൊഴിൽ ചെലവ് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. വലിയ പണിയില്ലാതാനും. പണിയില്ല. അല്ല, ജിൻഡോ ഒരുപാട് ഫ്രൂട്ട്സ് കൃഷി ചെയ്തിട്ടുള്ള ആളാണ്, അല്ല ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അതെ. ഇപ്പൊ ഇവിടെ നമ്മൾ കമ്പാരിറ്റീവ്ലി ചെയ്യുന്ന കൃഷിയിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടെന്ന് പറയാൻ പറ്റും. ഏറ്റവും ലാഭം തന്നെ. നമുക്കിനി മുടക്ക് കുറവാണ്. വേറെ ഉണ്ട്. നമ്മൾ ഈ ഒരു പന്തല് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏക്കറിന് ഏകദേശം 2 ലക്ഷം രൂപ മുടക്ക് വരും. അത്തരം പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പം എന്നെ സംബന്ധിച്ച് 10 രൂപ മുടക്ക് എനിക്ക് വന്നിട്ടുള്ളൂ. എനിക്ക് 25 താഴെ എനിക്ക് മുടക്ക് വന്നിട്ടുള്ളൂ. ആദ്യം നമുക്ക് ചിലവ് വരുന്ന പറഞ്ഞാൽ മരുന്ന്, വളം. ടെൻഷൻ അടിക്കണ്ട, ഒരു ടെൻഷൻ വേണ്ട. എന്തേലും ഉണ്ടോ? ഈ യെല്ലോ ആണോ ഇതാണോ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യാൻ നല്ലത്? യെല്ലോ ആണ് പ്രതിരോധ ശേഷി കൂടുതൽ. വേനൽക്കാലത്തൊക്കെ ആണെങ്കിലും ഉണക്കൊന്നും നേക്കാതെ നിൽക്കും. വയലറ്റ് ആണെങ്കിൽ ഉൽപ്പാദനം കൂടുതലുണ്ട്. പക്ഷേ വേനൽക്കാലത്ത് ചെറിയൊരു അത്ര പ്രതിരോധം കിട്ടുകയില്ല. അതേപോലെ യെല്ലോക്ക് വില കിട്ടുന്ന വയലറ്റിനുണ്ടോ? വയലറ്റിന്റെ വില കൂടുതൽ. നിറം നോക്കി വരാണോ?